എൻ്റെ പേര് ടിൻഡു. വയനാടാണ് താമസം. ഞാൻ ഒരു പാർട്ട് ടൈമായിട്ട് ജോലി നോക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് മറ്റെന്തെങ്കിലും ഒന്നും കൂടി വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു സ്വന്തമായിട്ട്. അങ്ങനെ പലത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ സീഡിൽ യോഗ TTC ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ എൻക്വയറി നടത്തുകയും അതിന് പ്രകാരമാണ് ഞാൻ സീഡിൽ യോഗയ്ക്ക് ചേർന്നത്. എനിക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നതിൻ്റെതായ ഒരുപാട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രഘുനാഥൻ മാഷാണ് അതിൽ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തന്നത്. എനിക്ക് ഒരിക്കൽ പോലും അതൊരു ഓൺലൈൻ ക്ലാസ്സാണ് എന്ന് തോന്നിയിട്ടേ ഇല്ല. നമ്മുടെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അതിലുള്ള ഓരോരുത്തരെ എനിക്ക് സംശയങ്ങളൊന്നുമില്ലാതെ പോകാൻ പറ്റി. അതിൽ കൂടിയാണ് ഞാൻ ആയുഷ് എക്സാമിൻ്റെ ഒരു കോച്ചിങ്ങിലേക്ക് എൻ്റർ ആയത്. വളരെ നല്ല രീതിയിൽ ആ ക്ലാസ്സുകൾ എടുക്കുകയും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യോഗ അതിനെക്കുറിച്ച് കുറേ കൂടെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും നമുക്ക് എക്സാമുകളൊക്കെ ആണെങ്കിലും മോഡൽ എക്സാമൊക്കെ ആയുഷ് എങ്ങനെ ഇടുന്നോ ആ ഒരു PQMSൻ്റെ അതേ രീതിക്ക് തന്നെ മാഷ് പഠിപ്പിക്കുകയും മനോജ് മാഷും രഘുമാഷും എപ്പോഴും നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നു. അപ്പം അവർക്കുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അതിൽ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയത്. എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്കിത് പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ രഘുമാഷിനോട് സംസാരിക്കുമ്പോൾ കുട്ടിക്ക് ഇത് പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പ് മാഷാണ് തന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ നയിച്ച സീഡ് ഇൻ്റർനാഷണലിനും ഒപ്പം എന്നെ ആയുഷിൻ്റെ എക്സാമിലേക്ക് എത്തിച്ച രഘുമാഷിനും മനോജ് മാഷിനും ഒത്തിരി നന്ദിയും സന്തോഷവും. ടിൻഡു ഉൾപ്പെടെ ഈ യോഗ TTC കോഴ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ആശങ്കയും അമ്പരക്കും, ഒന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. രണ്ടാമത് ഇതിലൊരു ബാക്കിൽ നിന്നുള്ള കാഴ്ച അധ്യാപകന് കിട്ടുമോ എന്ന ആശങ്ക സ്വാഭാവികം. 3, ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെങ്ങനെ അധ്യാപകൻ മനസ്സിലാക്കുമെന്നുള്ള ആശങ്ക, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇവരുടെയൊക്കെ അനുഭവത്തിൽ തന്നെ മനസ്സിലായ ഒരു കാര്യം, ഓൺലൈൻ ആയതിൻ്റെ ഒരുപാട് മികവുകളാണ്. ഒന്ന്, ക്യാമറ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റുന്നു, പുതിയ ആൾക്കാരെ പേഴ്സണൽ ക്ലാസ് കൊടുക്കാൻ പറഞ്ഞു, വ്യക്തിബന്ധങ്ങൾ പുലർത്തുന്നു, നോട്ടുകൾ കിട്ടുന്നവർക്ക് തിയറി ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഇതൊക്കെ വഴി ഇവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. രണ്ടാമത്, ഈ ഡയറക്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 50-ലധികം കുട്ടികളുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ നമുക്ക് സങ്കല്പിച്ചാൽ മനസ്സിലാവും, ആ ഫ്രണ്ടിൽ 2 വരി ഇരിക്കുന്നവരെ മാത്രമേ അധ്യാപകൻ കാണുള്ളൂ, ബാക്കിൽ നിൽക്കുന്നവർ അധ്യാപകനെ കാണുന്നില്ല. ഇത് സ്ക്രീൻ ആകുമ്പോൾ നമ്മളൊക്കെ ട്രെയിൻഡായ ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ടിൻഡുവിനെ പോലെ വന്ന പല ആൾക്കാർക്കും ആദ്യം ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഒരു മാസം കൊണ്ടേ മാറുകയും അവർക്ക് പോലും അറിയാത്ത അവരുടെ സ്കിൽ ആൻഡ് ടാലൻസ് പുറത്തു വരികയും ചെയ്യുന്നു. നമ്മുടെ ഈ TTC 200 hours കോഴ്സിൽ അതിന് ഭാഗമായ ആസന പ്രാണായാമ ബന്ധ മുദ്ര ക്രിയ മാത്രമല്ല, അതിൻ്റെ തെറാപ്യൂട്ടിക് ആയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഇവരെ കൊണ്ട് മോഡൽ ക്ലാസ് എടുപ്പിക്കുന്നുണ്ട്. പ്ലസ് വൈവയും അസൈൻമെൻറ്റും കൂടി ആകുമ്പോഴേക്കും ഇവർ പെർഫെക്റ്റായി മാറുകയാണ്. ആ ധൈര്യം കൊണ്ടാണ് ഇവരൊക്കെ ആയുഷ് എക്സാമിന് പോകുന്നതും ഓൾ ഇന്ത്യ ലെവലിൽ പാസ്സാവുന്നത് ഒരു 40% ആയിരിക്കും, 50% പകുതി വരെയൊക്കെ തോൽക്കാറുണ്ട് ചിലപ്പോൾ. പക്ഷേ ഇവിടെ 95% മേലെ പാസ്സാവുന്നതും ഈവൻ റാങ്കുകളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് കടന്നു പോകുന്നത് നമ്മൾ ട്രെയിനേഴ്സ് കൊടുക്കുന്ന പേഴ്സണൽ കെയർ കൊണ്ടും അവരുടെ തെറ്റ് തിരുത്തി കൊടുക്കുന്നത് കൊണ്ടും ഈ മന്ത്ലി സെക്കൻഡ് സൺഡേ കാണുന്ന ക്യാമ്പിലെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടും അതിനൊക്കെ ഉപരിയായിട്ട് ഇവരെ പേഴ്സണലി കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് യോഗ മേഖലയ്ക്ക് വേണ്ടത് എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് വർഷം സീനിയേഴ്സ് ആയവർ ഞങ്ങളുടെ അറിവും അനുഭവവും പുതുതലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇത്രയേറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ യങ് ആയ ആൾക്കാർ ഒരുപാട് പേര് യോഗയിലേക്ക് വരുമ്പോൾ അവർ കുടുംബവും അവരുടെ സമൂഹവും കൂടി സന്തോഷത്തിന് സ്രോതസ് അകത്തുനിന്ന് കണ്ടെത്തുന്ന ഒരു ധ്യാനപാതയാണ് യോഗ. നമ്മൾ ആസനാസം മാത്രമല്ല പഠിപ്പിക്കുന്നത്, യോഗയുടെ എല്ലാ കണ്ടൻറ്റിനെയും പരമാവധി കവർ ചെയ്ത് പോകുന്നതാണ് 200 hours പ്രോഗ്രാം. ആ ഒരു ഹെൽത്തി ഹാപ്പി ഹാർമോണിയസ് ആയ ജീവിതപാതയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. നമസ്തേ.